പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. പാല് പലർക്കും പ്രിയങ്കരമായ ഒരു ഭക്ഷണ സാധനമാണ്. ചിലർ പാലായിട്ട് കുടിക്കുന്നു, ചിലർ മോരാക്കുന്നു, തൈരാക്കുന്നു, നെയ്യ്, വെണ്ണ, അങ്ങനെ പാല് കൊണ്ട് പല സാധനങ്ങളും. ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന പല സാധനങ്ങളിലും ഐസ്ക്രീമിലുമൊക്കെ പാല്, ചോക്ലേറ്റിൽ, മിഠായിയിൽ, അത് പശുവിൻ്റെ പാലാവാം, എരുമപ്പാലാവാം, ആട്ടിൻ പാലാവാം, കഴുതപ്പാലാവാം, പലതരത്തിലുള്ള പാലുകളാണ് മനുഷ്യർ കുടിച്ചു വരുന്നത്. ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠം നിങ്ങളിൽ പലരും അത് പഠിച്ചിട്ടുണ്ടാകും. ഉറക്കെ നമ്മളത് വായിച്ചു പഠിച്ചു. അമ്മ എനിക്ക് കാച്ചിയ പാല് തരും. എന്തിനാണ് അമ്മ കാച്ചിയ പാല് തരുന്നത്? ഞാൻ അച്ഛനെ പോലെ ഒരു മഹാരോഗിയായി തീരണ്ടേ. പാല് കുടിച്ചാൽ രോഗങ്ങളുണ്ടാകുമോ? എല്ലാ ഡോക്ടർമാരും പറയുന്നു പാല് കുടിക്കണം. കാലത്തും വൈകിട്ടും ഓരോ ഗ്ലാസ് പാല് കുടിച്ചാൽ കാൽഷ്യം, അയൺ, പ്രോട്ടീൻ, ഫാറ്റ്, ഇങ്ങനെ ഉള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സകല ഡോക്ടർമാരും പറയുന്നു പാല് കുടിക്കണം. അലോപ്പതി ആശുപത്രികളിൽ ചികിത്സയ്ക്കായി ചെന്ന് കിടക്കുകയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ സഹിതം രോഗികൾക്കെല്ലാം സൗജന്യമായി പാല്, മുട്ട, മണ്ടൻ ബ്രെഡ് ആയുർവേദക്കാർ വേണ്ടാന്ന് വെച്ചു. മൈദ കൊണ്ടുള്ള ബ്രെഡ് രോഗികൾക്ക് കൊടുക്കണ്ട. പക്ഷെ അലോപ്പതിക്കാർക്ക് ഇപ്പോഴും ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം പാലാണ്, മൈദ ബ്രെഡാണ്. മൈദയും പഞ്ചസാരയും വൃത്തികെട്ട പല എണ്ണകളും ഡാൽഡയുമെല്ലാം ചേർന്നിട്ടുള്ള ബ്രെഡാണ്. എന്താണ് പാലിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം? പ്രകൃതി ചികിത്സകർ പാല് കുടിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല, തള്ളിക്കളയുകയാണ്. പാല് പോഷകാഹാരമാണ്, പാല് കുടിക്കണമെന്ന് പറയുമ്പോൾ പ്രകൃതി ചികിത്സകർ അതിനെ നിഷേധിക്കുന്നു എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. ഞാൻ പാല് കുടിക്കണം എന്ന് തന്നെയുള്ള അഭിപ്രായക്കാരനാണ്. പാല് പോഷകാഹാരം തന്നെയാണ്, അത് നിർബന്ധമായും കുടിക്കണം. നിങ്ങൾക്ക് പാല് കുടിക്കണമെന്ന് ശാഠ്യമുണ്ടെങ്കിൽ നിങ്ങൾ പാല് കുടിക്കണം, സ്വന്തം അമ്മയുടെ പാല് കുടിക്കണം, മൃഗപ്പാലല്ല. മനുഷ്യൻ കഴിക്കേണ്ടത് മൃഗത്തിൻ്റെ പാലല്ല, മനുഷ്യപ്പാലിൽ തന്നെ, മറ്റുള്ള അമ്മമാരുടെ പാലല്ല, സ്വന്തം അമ്മയുടെ പാല് കുടിക്കണം. പാലുമായി ബന്ധപ്പെട്ട് പ്രകൃതി ചികിത്സകർക്ക് ധാരാളം പറയാനുണ്ടെങ്കിലും അല്ലാത്ത ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ശാസ്ത്രം ഇപ്പോൾ വളരെ ആഴങ്ങളിലേക്ക്, ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക്, അവയവങ്ങളെ കണ്ട് അവയവങ്ങളെ ചികിത്സിച്ചിടത്തു നിന്നും കോശങ്ങളിലേക്ക്, സെല്ലുലാർ ലെവലിൽ രോഗത്തെ കാണാൻ തുടങ്ങി. ആ സെല്ലുലാർ ലെവലിൽ നിന്നും അല്പം കൂടെ താഴേക്ക് സൂക്ഷ്മതയിലേക്ക്, ജീനുകളിലേക്ക് രോഗത്തെ കാണുകയും ജീനുകൾക്ക് യോജിച്ച ഭക്ഷണത്തെ തേടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂട്രി ജീനോമിക്സ്. ഒരാൾക്ക് നല്ലതായി തോന്നുന്ന ഒരു ഭക്ഷണം മറ്റൊരാൾക്ക് നന്നാവില്ല. ഒരാൾക്ക് കുഴപ്പമുണ്ടാക്കാത്ത ഒരു മരുന്ന് മറ്റൊരാൾക്ക് കുഴപ്പമുണ്ടാക്കും. അപ്പോൾ ജീനിൻ്റെ തലത്തിൽ നിങ്ങൾക്ക് ഈ ഭക്ഷണം ചേരുന്നതാണോ, നിങ്ങൾക്ക് ഈ മരുന്ന് ചേരുന്നതാണോ എന്നൊക്കെ നോക്കണമെന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം ഇന്ന് നിഷ്കർഷിക്കുന്നത്. അത് നമ്മുടെ അലോപ്പതിക്കാരുടെ ചികിത്സയുടെ അധികത്തുകൂടെ ഒന്നും വരില്ല. അവർ ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നതല്ലാതെ ആധുനിക വൈദ്യശാസ്ത്രം യഥാർത്ഥത്തിൽ പിന്തുടരുന്നത് ഞങ്ങൾ പ്രകൃതി ചികിത്സകർ മാത്രമാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പാല് ഈ ജീനുകളുമായി എത്ര കണ്ട് ചേരുമെന്ന് നോക്കിയാൽ, ന്യൂട്രി ജീനോമിക്സ് പ്രകാരം നോക്കിയാലും, ഫുഡ് ഇൻടോളറൻസ് ടെസ്റ്റ് അനുസരിച്ച് നോക്കിയാലും, IgG, IgE സൂക്ഷ്മമായ ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളിൽ ഒരു മനുഷ്യ ശരീരത്തിന്
ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, ക്യാൻസറിന് വരെ കാരണമാകാവുന്ന ഒരു ഭക്ഷണ സാധനം ഏത് എന്ന് ചോദിച്ചാൽ അത് പാലാണ്. രണ്ടാമത് വരുന്നതായിരിക്കും ഒരുപക്ഷെ ഗോതമ്പും, ഗോതമ്പിലെ ഗ്ലൂട്ടൺ അലർജിയും. ഇപ്പോൾ പാലിനെ പ്രകൃതി ചികിത്സകർ കാലങ്ങളായി തള്ളിക്കളയുന്ന, മൃഗപ്പാല് മനുഷ്യ ശരീരത്തിന് ചേരില്ല എന്ന് പൊതുവായി നീക്കി നിർത്തിയിരിക്കുന്ന ഒരന്തരീക്ഷത്തെ ചോദ്യം ചെയ്തിരുന്നവരെല്ലാം ഇപ്പോൾ നിശബ്ദരാണ്. പാലിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് പാല് കുടിക്കണമെന്ന് പറയുന്നത് ശാസ്ത്രമെന്താണെന്നറിയാത്ത, ശാസ്ത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ബോധമില്ലാത്ത പഴഞ്ചൻ അലോപ്പതി ഡോക്ടർമാരും പഴഞ്ചൻ ശാസ്ത്രവാദികളും മാത്രമാണ്. ഇനി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാലാണെങ്കിലോ, നേരെയുള്ള നല്ല പാല് എന്ന് പറയപ്പെടുന്ന പാല് കഴിച്ചാലുള്ള കുഴപ്പങ്ങളാണ് പ്രകൃതി ചികിത്സകർ പറയുന്നതും ഫുഡ് ഇൻടോളറൻസ് ടെസ്റ്റിൽ, ഫുഡ് അലർജി ടെസ്റ്റിൽ അപകടകാരികളാണ്, കുഴപ്പക്കാരാണ് എന്ന് കാണിച്ചു തരുന്നതും. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പാലിൽ അതിൽ പാലിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ പല ടെസ്റ്റുകളിലും പാസ്സായി കിട്ടാൻ യൂറിയ ചേർക്കുന്നുണ്ട്. 2022 ഓഗസ്റ്റ് 18 പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞമ്പാറയിലുള്ള മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വിൽക്കാൻ കൊണ്ടുവന്ന പാലിൽ യൂറിയ കണ്ടെത്തിയതിനെ തുടർന്ന് നമ്മുടെ സർക്കാർ തിരിച്ചയച്ചു. തമിഴർ തന്നെ കുടിച്ചോട്ടെ എന്ന് വെച്ചു. അത് വലിയൊരു വിവാദമായി. നമുക്ക് പലപ്പോഴും കിട്ടുന്ന പാലിൽ, പ്രത്യേകിച്ച് പല പല ഗ്രൂപ്പുകൾ ഇറക്കുന്ന കവർ പാലുകളിലെ പാലിൽ നല്ല കട്ടി തോന്നിക്കാൻ യൂറിയയുടെ ഒരു അംശം മതി. പാലിലെ കൊഴുപ്പ് വർദ്ധിപ്പിക്കാനല്ല പ്രധാനമായിട്ടും, കൊഴുപ്പിതര വസ്തുക്കളെ കൂട്ടാനായിട്ടാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിനുകൾ, മിനറലുകൾ എന്നിവയെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദ്രോഹം പാൽ വിൽപ്പനക്കാർ ചെയ്യുന്നത്. ഓരോ ദിവസവും കേരളത്തിൽ 90 ലക്ഷത്തോളം ലിറ്റർ പാലാണ് വിൽക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് മലയാളി നിരവധിയായ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത്, ക്യാൻസർ ഇതുപോലെ പടരുന്നതിന് കളമൊരുക്കുന്നത് എന്താണ് എന്നതെല്ലാം പ്രകൃതി ചികിത്സകർക്ക് വ്യക്തമാണ്. ഇനി ഈ പാലിലോ ഏതാണ്ടൊരു 20 ലക്ഷം ലിറ്റർ മാത്രമാണ് കേരളത്തിലെ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നത്, പ്രത്യേകിച്ച് മിൽമ. അതുകൂടാതെ കുറച്ച് സ്വകാര്യ സംരംഭകരിൽ നിന്ന് കുറച്ചൊക്കെ മറ്റ് കമ്പനികൾ സ്വീകരിക്കുന്നുണ്ടാവും. ബാക്കിയൊക്കെ പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാലിൻ്റെ അവസ്ഥയാണ് ഞാൻ നേരത്തെ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിലെ അവസ്ഥ പറഞ്ഞത്. പാലിൽ പച്ചവെള്ളം ചേർത്ത് വിറ്റാൽ കഠിന തടവ് 3 വർഷം, ലക്ഷം രൂപ പിഴ കിട്ടുന്ന ഒരു നാട്ടിൽ ഇതുപോലെ വരുന്ന പാലിലെ മായം തിരിച്ചയക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. സാധാരണക്കാരൻ അല്പം വെള്ളം ചേർത്താൽ അവന് ജയിലുറപ്പാണ്. എന്തെല്ലാം തരത്തിലുള്ള മായങ്ങളാണ് സാധാരണയായി പാലിൽ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങളൊന്ന് അറിയേണ്ടതാണ്. അതറിയാതെ തന്നെ നിങ്ങൾ ഈ പാല് എന്ന് പറയുന്ന ഒരു സാധനം, മൃഗപ്പാല് മനുഷ്യന് ചേരുന്നതല്ല, മനുഷ്യ ശരീരത്തിന് ചേരുന്നതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല, അത് മരുന്ന് കമ്പനികളുടെ ആരോഗ്യത്തിന് മാത്രമേ ചേരൂ, നിങ്ങൾക്ക് രോഗങ്ങളാണ് സമ്മാനിക്കുക എന്നുള്ളത് അടിവരയിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയാണ് കിട്ടുന്നത് എത്രയോ ദുഷിച്ച സാധനമാണ്, എത്രയോ മോശമായ സാധനമാണ് എന്ന് പറയുന്നത്. മൈദ, പാലിൽ മൈദ ചേർക്കുന്നു, പഞ്ചസാര ചേർക്കുന്നു, സ്റ്റാർച്ച്, പലതരത്തിലുള്ള കൊഴുപ്പുകൾ, ഗ്ലൂക്കോസ്, ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച്, അരിപ്പൊടി കലക്കാറുണ്ട്. പിന്നെ ഒരല്പം ഫോർമലിൻ, വളരെ കുറച്ച്. വൈപ്പിൻ വിഷമദ്യമുണ്ടാക്കിയ തൃപ്പൂണിത്തുറക്കാരൻ തിരുമുൽപ്പാട് ഒരു വലിയ ടാങ്കിൽ പച്ചവെള്ളം, അതിലേക്ക് പരാമറ്, അത് അല്പാൽപമായിട്ട് ഈർക്കിലിയിൽ മുക്കി, ആദ്യം കുറച്ച് ഒഴിക്കും, ഒന്ന് കലക്കും, പിന്നെ ഈർക്കിലിയിൽ മുക്കി അല്പാൽപമായിട്ടിടും. പരാമറ് കലക്കുന്ന വെള്ളത്തിൽ വരാൽ മീനുകളെ ഇട്ടിട്ടുണ്ട്. ആ മീനുകൾ വിഷം കൂടുന്നതനുസരിച്ച് അടിച്ച് പൂസാകും. പൂസാകാൻ വേണ്ടി തയ്യാറാക്കുന്നതാണല്ലോ. ഒടുവിൽ ഈ മത്സ്യങ്ങൾ ചാവും. മത്സ്യങ്ങൾ ചാകുന്ന സമയത്ത് പരാമറ് മുക്കുന്നത് അവസാനിപ്പിക്കും. മത്സ്യങ്ങൾ ചാവുന്ന ഒരവസ്ഥയിൽ മനുഷ്യൻ ചാവില്ലല്ലോ.
പക്ഷേ അടിച്ച് പൂസായിരുന്നവനാണ് പരാമറ് മുക്കിക്കൊണ്ടിരുന്നത് എന്നതുകൊണ്ട് വരാല് ചത്തത് അറിഞ്ഞില്ല. കുറേ കൂടി അങ്ങോട്ട് കടുപ്പം വരട്ടെ എന്ന് കരുതിയിട്ടും ആയിരിക്കാം. സ്ട്രോങ് ആകണമല്ലോ. പൂസായി വൈപ്പിൻകരയിലെ 82 പേര് പൂസായി പരലോകം പോകിയത്. അതുപോലെ തന്നെ ഫോർമലിൻ ഒഴിച്ച പാല് അത് പെട്ടെന്ന് കേടാകത്തില്ല, കൂടുതൽ ദിവസങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും. ആ പാല് കുടിക്കുന്നവരെയും തീർച്ചയായും കൂടുതൽ കാലം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. റെഫ്രിജറേറ്ററിൽ വെക്കാതെ തന്നെ അവരെ കൂടുതൽ കാലം സൂക്ഷിക്കാൻ സാധിക്കും. ഞാനിടയായി എൻ്റെ നാട്ടിൽ വൈപ്പിൻകരയിലെ മാലിപ്പുറത്ത് കർത്തേടത്തെ സെൻറ്റ് ജോർജ് പള്ളിയിൽ പോയി. എൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും അമ്മൂമ്മയുടെയും ജോൺ ബർക്കുമൻ്റെയും എല്ലാം ശവകുടീരം അവിടെയാണ്. അപ്പോൾ അവിടെ പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നു. കല്ലറകളെല്ലാം പണിത് സെമിത്തേരി ഭംഗിയാക്കിയിട്ടുണ്ട്. കണ്ടാൽ സുന്ദരമായിരിക്കുന്നത് കൊണ്ട് ആര് കണ്ടാലും ഒന്ന് മരിക്കാൻ തോന്നുന്ന രീതിയിൽ സെമിത്തേരി ഇപ്പോൾ ഒരു പൂങ്കാവനം പോലെ, പൂന്തോട്ടം പോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടിയിലിപ്പോൾ അടക്കാൻ പാടില്ല. ശവപ്പെട്ടി എന്നുള്ളത് മരണത്തിൻ്റെ, ഇന്ന് ഞാൻ നാളെ നീ എഴുതി വെക്കുന്ന, ജീവിച്ചിരിക്കുന്നവരുടെ ഉള്ളിൽ ആവലാതി അങ്കലാപ്പുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ ശവപ്പെട്ടി കർത്തടം പള്ളി പാടില്ല. പകരം ഒരു പ്രത്യേക സ്റ്റീലിൻ്റെ പെട്ടി പള്ളി തന്നെ കൊണ്ടുവരും. അതിൽ വെച്ചിട്ട് തുറന്ന് അങ്ങ് നേരെ മണ്ണിലേക്ക് കിടത്തുകയാണ്. അതിന് കാരണം പറഞ്ഞത് പല ശരീരങ്ങളും ഈ പെട്ടിക്കകത്ത് വെച്ചിട്ട് അഴുകുന്നില്ല, ചെയ്യുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് തുറന്നാലും അവരങ്ങനെ തന്നെ കിടക്കുകയാണ്. ഈ പാല് കുടിച്ചിട്ടായിരിക്കാം. ഇനി സ്റ്റീലിൻ്റെ ശവപ്പെട്ടിയിൽ കൊണ്ടുപോയി അതിൽ നിന്ന് ആളെ നേരെ മണ്ണിലേക്ക് കിടത്തിയാലും ഈ പാല് കുടിച്ചവർ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമാണ്. മണ്ണോട് മണ്ണായിത്തീരണമെങ്കിൽ ബാക്ടീരിയകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അത് മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള രൂപം മാറേണ്ട, പ്രപഞ്ചത്തിന് രൂപം മാറ്റിയെടുക്കേണ്ട എല്ലാറ്റിലും ആ ജോലി നിർവഹിക്കേണ്ടത് ബാക്ടീരിയകളാണ്. പക്ഷെ ഫോർമലിൻ പോലുള്ള ചില കെമിക്കലുകൾ അത് അസാധ്യമാക്കും. അപ്പോൾ പാലിൽ ഫോർമലിൻ ചേർക്കുന്നത് വ്യാപകമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് കഫക്കെട്ട്, അലർജി, ആസ്തമ, ഒക്കാനം, ഛർദി, വേറൊരു ഭക്ഷണവും കഴിക്കാൻ തോന്നാത്ത രീതിയിൽ വിശപ്പില്ലായ്മ, ഇങ്ങനെയുള്ള പല പല തകരാറുകളാണ് ഈ പാല് കുടിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് പാല് ഗുണം ചെയ്യുന്നില്ല, അതിനേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും ആളുകൾ, പിന്നെ എൻ്റെ കുട്ടിക്ക് കാൽഷ്യം എവിടെ നിന്ന് കിട്ടും, പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കാട്ടിലെ ആന പോയി ചോദിക്ക്, ആനേ നിനക്ക് എവിടെ നിന്നാണ് പ്രോട്ടീൻ കിട്ടുന്നത്, കാൽഷ്യം നിനക്കെങ്ങനെ കിട്ടുന്നു? നീ കോഴി മുട്ട തിന്നാറുണ്ടോ, പശുവിൻ്റെ പാല് കുടിക്കാറുണ്ടോ? ഒരു ആനയ്ക്ക് എത്ര കാൽഷ്യം വേണം, എത്ര പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ് ആനയുടെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക? വെറുതെ കാട്ടിലെ മരക്കൊമ്പുകൾ ഒടിച്ച് പിടിച്ച് കടിച്ച് ഇതൊക്കെ കിട്ടുമെങ്കിൽ സസ്യാഹാരത്തിലൂടെ, പഴങ്ങളിലൂടെ, പച്ചക്കറികളിലൂടെ, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളിലൂടെ, മുളപ്പിച്ച കപ്പലണ്ടി, മുളപ്പിച്ച ചെറുപയർ, മുളപ്പിച്ച എള്ള്, വെള്ളത്തിലിട്ട് കുതിർത്തിയ ബദാം, അല്പമായി കശുവണ്ടിപ്പരിപ്പ്. ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇതൊന്നും കശുവണ്ടിപ്പരിപ്പും കപ്പലണ്ടിയൊന്നും അധികം അങ്ങനെ കൊടുക്കരുത്, പ്രത്യേകിച്ച് കശുവണ്ടിപ്പരിപ്പ്. അവർക്ക് തേങ്ങാപ്പാലൊക്കെ മതി. തേങ്ങാപ്പാൽ ഒരു ഒന്നാം തരം കുട്ടികൾക്ക് വളരെ നല്ല ഭക്ഷണമാണ്. കരിക്കിൻ വെള്ളമാവാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ ജീവിയുടെയും ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, ആ ജീവിക്കാവശ്യമുള്ളത് വെയിൽ, നല്ല വായു, പച്ചവെള്ളം, നന്നായി കാൽഷ്യം ഉണ്ട് പച്ചവെള്ളത്തിൽ. ഏറ്റവും കൂടുതൽ കാൽഷ്യം മനുഷ്യ ശരീരത്തിന് കിട്ടേണ്ടത് പച്ചവെള്ളത്തിൽ നിന്നാണ്. അതേപോലെ പഴങ്ങൾ, പച്ചക്കറികൾ, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ, അല്പം കിഴങ്ങുകൾ, ഇത് ഓരോ ശരീരത്തിൻ്റെയും ഇഷ്ടമനുസരിച്ച് കഴിച്ചിട്ട് ആ ശരീരത്തിനുണ്ടാകുന്ന ഇഷ്ടം കൂടെ നോക്കണം. ദഹനം വൈകുന്നുണ്ടോ, അസിഡിറ്റി കൂടുന്നുണ്ടോ,
മലബന്ധമുണ്ടാകുന്നുണ്ടോ, പൈൽസ് പോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ തകരാറുണ്ട്, അതിൻ്റെ അനുപാതത്തിൽ തകരാറുണ്ട്, അതിൽ മാറ്റം വരുത്തുകയാണ് വേണ്ടത്. പാല് എന്ന് പറയുന്നത് ദിവ്യമാണെന്നും പാഠപുസ്തകങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മ എനിക്ക് കാച്ചിയ പാല് തരും, ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അമ്മ എനിക്ക് കാച്ചിയ പാല് തരുന്നില്ല കാരണം എനിക്ക് കഫക്കെട്ടുണ്ട് എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പരീക്ഷ കഴിയുമ്പോൾ ഛർദ്ദിച്ച് കളയേണ്ട, ചവറ്റുകൊട്ടയിലിടേണ്ട അറിവുകളാണ്. മരുന്ന് ലോബിക്ക് വേണ്ടി മരുന്ന് ലോബികളുടെ വിദഗ്ധന്മാർ തയ്യാറാക്കിയ വിദഗ്ധമായ പാഠ്യഭാഗങ്ങളാണ്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക, അത് കഴിഞ്ഞാൽ മറന്നേക്കുക, ചവിട്ടി എറിഞ്ഞ് കളയുക. എൻ്റെ മകൻ ജീവൻ, അവന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഒരു പ്രശ്നോത്തരി കൊടുത്തു. ജീവൻ, ഈ കളർ ബോർഡിൽ നിന്ന് എഡിബിളായിട്ടുള്ള 4 ഭക്ഷണ സാധനങ്ങൾ ടിക്ക് ചെയ്ത് കൊണ്ടുവരിക. എല്ലാ കുട്ടികളും കൊടുത്തു, ജീവനും കൊടുത്തു. ജീവൻ ടിക്ക് ചെയ്തിരിക്കുന്നത് 3 മാത്രമാണ്, ബാക്കി എല്ലാ കുട്ടികളും 4 ടിക്ക് ചെയ്തിരിക്കുന്നു. ജീവൻ 3 മാത്രമേ ടിക്ക് ചെയ്തിട്ടുള്ളൂ, 4ാമത്തത് ടിക്ക് ചെയ്തിട്ടില്ല. 4ാമത്തത് കണ്ടുപിടിക്ക്. ജീവൻ തലകുത്തിയെന്ന് നോക്കി, ഇല്ല ടീച്ചറെ, ഇതിൽ എഡിബിളായിട്ടുള്ളത് 3 ഉള്ളൂ. നോ ജീവൻ, there are 4. നോ ടീച്ചർ, ഓൺലി 3. ടീച്ചർക്ക് ദേഷ്യം വന്നു, ടീച്ചർ മടുത്തു, ജീവനെ വിളിച്ചു. ലുക്ക്, ഇതിൽ ബിസ്ക്കറ്റ് എഡിബിളാണ്. ജീവൻ പറഞ്ഞു, ടീച്ചറെ ബിസ്ക്കറ്റ് എഡിബിൾ അല്ല, തിന്നാൻ പാടില്ല. അപ്പോൾ പാഠപുസ്തകത്തിൽ വല്ലതും ഉണ്ടാകും. പരീക്ഷയ്ക്ക് ബിസ്ക്കറ്റ് കൂടെ എഡിബിളാണെന്ന് ജീവൻ എഴുതിയേ പറ്റൂ, അല്ലെങ്കിൽ ആ മാർക്ക് വേണ്ടാത്ത തന്നെ പറയാനാണ് ഞാനും പറയുന്നത്. മേലിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ടീച്ചർമാർ ചോദിക്കരുത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ഇൻടോളറൻസ് ടെസ്റ്റ്, IgG ടെസ്റ്റുകളെല്ലാം പാല് അപകടകാരിയാണ് എന്ന് കാണിച്ചു തരുന്നത് കുഞ്ഞുങ്ങളിലല്ല. എൻ്റെ മുന്നിൽ ഈ ടെസ്റ്റുകളുമായിട്ട് വരുന്ന, അല്ലെങ്കിൽ പ്രകൃതി രീതി ചെയ്ത് എന്നിട്ടും മാറാത്ത പ്രശ്നങ്ങളുള്ളപ്പോൾ ചില ആളുകളെ ഞാൻ ഈ ടെസ്റ്റുകൾക്ക് അയക്കും. ആ ആളുകളിൽ ഏറ്റവും കൂടുതൽ അലർജി കാണിച്ചു തരുന്നത് പാലാണ്. അതും വളരെ വൃത്തിയായി നേരിട്ട് തന്നെ പാല് വാങ്ങിക്കഴിക്കുന്ന ആ രീതിയിലുള്ള ആളുകൾക്ക് പോലും പാല് അലർജിക്കാണെന്ന് പറയുമ്പോൾ, ഈ പാഷാണ പ്ലാസ്റ്റിക്കിൻ്റെ കൂടുകളിൽ വരുന്ന, ഒന്ന് ആലോചിച്ച് നോക്ക്, പ്ലാസ്റ്റിക്കിലൊന്നും പാലെടുക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രകൃതി തരുന്ന പച്ചവെള്ളവും കരിക്കൻ വെള്ളവും ഫ്രൂട്ട് ജ്യൂസും വെജിറ്റബിൾ ജ്യൂസും ഒക്കെ മതി. കപ്പലണ്ടിയും കശുവണ്ടിപ്പരിപ്പും ബദാമും അതിലേതാണോ നിങ്ങളുടെ ശരീരത്തിന് ചേരുന്നതെന്ന് കണ്ടുപിടിക്കണം. എല്ലാ അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളും എല്ലാവർക്കും ചേരില്ല, അതോ അധികം കഴിക്കാനും പാടില്ല. അതൊരു ലിമിറ്റ് വെച്ച്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന കഫക്കെട്ട്, അലർജി വെറുതെ ചായയിലെ പാലിൻ്റെ അംശം മതി കേട്ടോ. പാലെന്ന് പറയുമ്പോൾ പാലായിട്ട് തന്നെ കുടിക്കുന്നതിനെ കുറിച്ചല്ല. നിങ്ങൾ ചായ കുടിക്കുമ്പോൾ അതിൽ ചേർന്നിട്ടുള്ള ചെറിയൊരളവ് പാലും നിങ്ങൾക്ക് ഗ്യാസ് ട്രബിളും വയറിന് കമ്പനവും മലബന്ധവും പലതരത്തിലുള്ള കഫക്കെട്ട്, കഫജന്യമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ കഴിക്കുന്ന ചോക്ലേറ്റിലെ, ഐസ്ക്രീമിലെ, ബേക്കറി സാധനങ്ങളിലെ പാലിൻ്റെ അംശം മതി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ. നിങ്ങൾ കറിയിൽ ചേർക്കുന്നുണ്ടെങ്കിൽ, മോര് ചേർക്കുന്നുണ്ടെങ്കിൽ, തൈര് ചേർത്ത് കറികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് പണി തരും. അതുകൊണ്ട് പാവം മൃഗങ്ങളെ വെറുതെ വിടുക. പശുവിൻ്റെ പാല് പശുവിൻ്റെ കുട്ടിക്കുള്ളതാണ്. ആടിൻ്റെ പാല് കുടിച്ചു വളരുന്ന കുട്ടി ആട്ടിൻകുട്ടി, പശുവിൻ്റെ പാല് കുടിച്ചു വളരുന്ന കുട്ടി പശുക്കുട്ടി, പുലിയുടെ പാല് കുടിച്ചു വളരുന്ന കുട്ടി പുലിക്കുട്ടി, പൂച്ചയുടെ പാല് കുടിച്ചു വളരുന്ന കുട്ടി പൂച്ചക്കുട്ടി, മനുഷ്യൻ്റെ പാല് കുടിച്ചു വളരുന്ന കുട്ടി മനുഷ്യക്കുട്ടി. മനുഷ്യൻ പോയി പശുവിൻ്റെ പാല് കുടിച്ചാൽ ആ മനുഷ്യൻ ഉണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും ആഹാരത്തിൽ നിന്നൊന്നും മാറ്റി നോക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങളുടെ ആഹാരത്തിൽ നിന്നത് പൂർണ്ണമായി ഒഴിവാക്കിയാൽ നിങ്ങളുടെ പല പ്രയാസങ്ങളും അതോടെ മാറിക്കിട്ടും. കഴിയുന്നത്ര വളരെയേറെ പ്രാധാന്യമുള്ള
നിരവധി ജീവിതങ്ങളെ രക്ഷിക്കാൻ സഹായിക്കാൻ ഉപകാരപ്രദമായിട്ടുള്ള ഈ വിവരം ഷെയർ ചെയ്യണം. നേച്ചർ ലൈഫ് TV സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടെ അമർത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പാല് കുടിച്ച് അത് നിർത്തിക്കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഇനിയാണെങ്കിലും നിങ്ങളൊന്ന് നിർത്തി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് വ്യത്യാസമുള്ളത് ഒരു 3 മാസം നോക്കുക, അനുഭവം എഴുതണം. നേച്ചർ ലൈഫ് TVയോടൊപ്പം ഹീലിംഗ് ഫുഡ്സ് TVയും നേച്ചർ ലൈഫ് കുട്ടി TVയും ഗാന്ധി പീസ് TVയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് നമുക്കുള്ള വെബിനാറിൽ പങ്കെടുക്കണം. Zoom 520-081-9191. നന്ദി, നമസ്കാരം.